ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തുള്ളി എണ്ണയില്ലാതെ എങ്ങനെയാണ് നല്ല മൊരിഞ്ഞ മത്തി ഫ്രൈ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മത്തി പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചെടുത്തത്, അത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മീനിലേക്കുള്ള മസാലയൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള മത്തിയാണെങ്കിലും പല മീനിൻ്റെയും മാരിനേഷൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീനിൽ മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എണ്ണയ്ക്ക് പകരം ചേർക്കുന്നത് ആ മീനിൽ തന്നെ ഉണ്ടാവുന്ന നെയ്യ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്മത്തിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഒരുപാട് നെയ്യ് ഉണ്ടാവും. നെയ്യ് എന്ന് പറയുമ്പോൾ omega-3 ഫാറ്റി ആസിഡാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് മെൽറ്റ് ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ നെയ്യ് പോലെ പാറിക്കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 1 ടീസ്പൂൺ പോലും നെയ്യ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 മീൻ ഇത് വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സാധാരണ നമുക്ക് നെയ്മത്തിയൊക്കെ, അതായത് നല്ല തടിച്ച മത്തിയൊക്കെ കിട്ടുന്ന ഒരു സീസൺ ഉണ്ടല്ലോ, അത് ആ ഒരു സമയത്ത് നമുക്ക് അതിലുള്ള നെയ്യ് വെച്ചിട്ട് ആ മുഴുവനായിട്ട് 1/2 കിലോ മീനൊക്കെ മുഴുവനായിട്ട് നമുക്ക് ആദ്യത്തെ മീനിൻ്റെ നെയ്യ് കൊണ്ട് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് 2-3 മീനോ, നമ്മുടെ വീട്ടിലിപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരും അവർക്കൊക്കെ മീൻ കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ, എണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് നല്ല പോലെ ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചട്ടിയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാത്തതാണ് കേട്ടോ, അതായത് മുക്കി പൊരിച്ചെടുക്കാൻ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടിയിൽ ചെറുതായിട്ട് പിടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇനി കൊളസ്ട്രോൾ ഉള്ളവരൊന്നും മീൻ പൊരിച്ചത് കഴിക്കാതെ വിഷമിക്കണ്ട, ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല നെയ്മത്തി കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തുള്ളി എണ്ണയില്ലാതെ ഇനി ഇതുപോലെ മീൻ പൊരിച്ചെടുക്കാം. തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മത്തിയിൽ omega-3 ഫാറ്റി ആസിഡ് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ മീൻ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്